ഹലോ ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോസും ഡബിങ്ങും അല്ല, എൻ്റെ വോയിസിൽ തന്നെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അതായത് കഴിഞ്ഞ സൺഡേ ഈ 1 ഫെബ്രുവരിന് പെറ്റ്മാർക്ക് എന്ന് പറയുന്ന പെറ്റ് ഷോപ്പുകാർ ഇത് ഓർഗനൈസ് ചെയ്ത ഒരു ഷോ ആയിരുന്നു ഹൈവേ ഗാർഡനിൽ വെച്ചിട്ട് ഫോർ ദി പെറ്റ്സ് ആൻഡ് സ്പെഷ്യലി ബ്ലെസ്ഡ് ചൈൽഡ്സിന് വേണ്ടി അവർ രണ്ടുപേരും കൊലാബറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ബേസിക്കലി ഫോർ ദി ഫൺ ഓഫ് പെറ്റ്സും പിന്നെ ഈ പറയുന്ന സ്പെഷ്യലി ബ്ലെസ്ഡ് പിള്ളേർക്ക് വേണ്ടി ഒരു ഫണ്ട് റേസിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ഇറ്റ് വാസ് ലൈക്ക് ഫൺ ഷോ, ഒരു അവയർനെസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ഷോ ആയിരുന്നു കാണുന്നത്. ഇപ്പോൾ ഹൈവേ ഗാർഡനിൽ എല്ലാവരും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡേ കെയറിൽ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നാക്കുമ്പോഴത്തെ ഒരു അവസ്ഥയായിരുന്നു. എല്ലാ പെറ്റ്സിനും അങ്ങനെ തന്നെയായിരുന്നു. കാര്യം ഇവർ അല്ലാത്ത വേറെ പെറ്റ്സായിട്ട് സോഷ്യലൈസ് ചെയ്യാത്തതുകൊണ്ട് ഈ പറയുന്ന പോലെ ആദ്യമായിട്ട് ഇങ്ങനെ പെറ്റ്സിനെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഒരു വെപ്രാളം, പേടി, എന്താ ചെയ്യേണ്ടതെന്നുള്ള പെനിയൊക്കെ മാറി മാറി പോവുമായിരുന്നു. നിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുക്കി അതും ഈ പറഞ്ഞ പോലെ മാറി മാറി പോകുന്നു. എല്ലാ പെറ്റ്സും പൊതുവേ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ അത് ഇവർ എസ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് അവരൊരു ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് ചെറിയൊരു വാക്ക്, ഒരു അവയർനെസ് വാക്ക് നമ്മൾ ഹൈവേ ഗാർഡൻ്റെ ഫ്രണ്ട് എൻട്രൻസ് വരെ ഒന്ന് പോയി. അതിനും കുറേ പെറ്റ്സൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് നടന്നില്ല. എൻ്റെ കുഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതായത് ആൾക്കാരില്ലാത്തവർക്കാണ് നമ്മൾ പോകത്തുള്ളൂ എന്നുള്ള രീതിക്കാണ് എൻ്റെ കുഞ്ഞ് നിന്നത്. അപ്പോൾ ഞാൻ പിടിച്ച് വലിക്കുന്നുണ്ട്, വാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഈ പറഞ്ഞ പോലെ ആൾക്കാരില്ലാത്തടത്ത് പോകാനായിട്ടാണ് പുള്ളിക്കാരത്തി നോക്കുന്നത്. കാര്യം ഇത്രയും ക്രൗഡും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി അവർക്ക്. അപ്പോൾ അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്ന് ഒരു വാക്കിന് പിന്നെ ഞാൻ ലാസ്റ്റ് എടുത്തുകൊണ്ടാണ് പോയത്. മടിയിലെടുത്ത് പിടിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയത്. അത് കഴിഞ്ഞ് ഒരു സൂംബ സെഷനൊക്കെ ഉണ്ടായിരുന്നു. സൂംബ ട്രെയിനർ വന്നിട്ടായിരുന്നു സൂംബ സെഷൻ എടുത്തത്. അത് ഈ പറഞ്ഞാൽ ഗോഡ് ഗിഫ്റ്റഡ് പിള്ളേരും സൂംബ ട്രെയിനറും കൂടിയാണ് സ്റ്റേജിൽ ആദ്യം തന്നെ പെർഫോം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ പെറ്റ്സും പെറ്റ് പാരൻസും എല്ലാവരും കൂടി കയറിയായിരുന്നു. അങ്ങനെ നല്ലൊരു സെഷനായിരുന്നു. സൂംബ നല്ല എനർജറ്റിക് ഒരു ഇതായിരുന്നു. നമ്മളൊന്ന് റിഫ്രഷ് ആയതുപോലെയായി. അങ്ങനെ സൂംബ സെഷൻ നല്ല ഒരു എൻ്റർടൈനിങ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പെറ്റ് പാരൻസും തന്നെ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ ഒരു സെഷൻ ഇവർ കണ്ടക്ട് ചെയ്തത് നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു എൻ്റർടൈനിങ് ഇതായിരുന്നു. ബേസിക്കലി ഫോർ നമ്മുടെ പെറ്റ്സിന് നമ്മുടെ പിള്ളേർ എൻജോയ് ചെയ്തോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടായിരുന്നു. അത് അവർ നന്നായി എൻജോയ് ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എൻ്റെ സൂംബയും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് ഒരു ഹാപ്പിനെസ്, അതായത് ഇത്രയും പെറ്റ്സിനെ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ അതിൻ്റേതായ ഒരു ഹാപ്പിനെസ്. പിന്നെ ഈ പറഞ്ഞാൽ അതങ്ങനെ സ്പെഷ്യലി ഡിസേബിൾഡ് പിള്ളേർ, കോൺഗ്രസ് പിള്ളേർ അവർ നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. സൂംബയും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ കണ്ട പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരെന്തുമാത്രം എൻ്റർടൈൻമെൻറ്റ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്, എന്തുമാത്രം അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ലൊരു സെഷനായിരുന്നു. ഞങ്ങൾക്ക് എല്ലാ പെറ്റ്സിൻ്റെയും മേലിൽ ബലൂണൊക്കെ കെട്ടി കൊടുത്തപ്പോൾ തന്നെ നല്ലൊരു രസമായിരുന്നു കാണാനായിട്ട്. ഇത് ഗ്യാസ് ബലൂണായിരുന്നു. അപ്പോൾ അതും വെച്ച് ഇവർ നടന്നു പോകുന്നത് കാണുമ്പോൾ തന്നെ നല്ലൊരു വൈബായിരുന്നു. ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു. പിള്ളേർ പെറ്റ്സിനെ കാണുന്ന സന്തോഷം, പിന്നെ ഈ പിള്ളേരുടെ ഹാപ്പിനെസ്, ഇതെല്ലാം കൂടി എന്താ പറയുക, മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്. നമുക്ക് ഇത് പ്രോഗ്രാം കഴിയണ്ട എന്നുള്ള ഒരു ലൈഫ് പറഞ്ഞാൽ പ്രോഗ്രാം കഴിയണ്ടെന്ന് തന്നെ നമുക്കങ്ങനെ തോന്നിപ്പോയി. അതായത് അതുപോലെ നമ്മൾ എൻജോയ് ചെയ്തു. നമ്മളും നമ്മുടെ പെറ്റ്സും എല്ലാവരും എൻജോയ് ചെയ്തു. നല്ലൊരു വൈബായിരുന്നു, മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബ്. സ്പെഷ്യലി ഈ ഇത്രയും പെറ്റ്സിനെ ഒരുമിച്ച് കാണുന്നതും പിന്നെ നമ്മുടെ ഗോഡ് ഗിഫ്റ്റഡ് പിള്ളേരുടെ സന്തോഷം, ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കങ്ങോട്ട് ഭയങ്കര സന്തോഷം. എനിക്ക് ബേസിക്കലി നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ട്രെയിനറുടെ ഒരു ഡോഗ് ഷോ ഉണ്ടായിരുന്നു. പുതിയ ഡോഗിനെ കൊണ്ടുവന്നൊരു ഷോ ഒക്കെ നടത്തിയായിരുന്നു. ഓഡിയൻസ് അത് എൻജോയ് ചെയ്തു. പിന്നെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അതിൻ്റെ പ്രൈസ് കിട്ടിയതിൻ്റെയാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. താങ്ക് യു.